ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇച്ചിരി വിഷമമുള്ളൊരു വീഡിയോ ആണ്. അമ്മായിയും മക്കളും ഗൾഫിലോട്ട് പോവുക മാമൻ്റെ അടുത്തേക്ക്. 2 മാസത്തേക്ക് പോകുന്നതാണ്. എങ്കിലും മക്കൾ അത്രയും നാളെ കാണാണ്ടിരിക്കുക എന്നുള്ളൊരു ചെറിയ വിഷമം. മക്കൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ അമ്മായിയും മാമൻ്റെ അടുത്തോട്ട് പോവുമല്ലേ, 2 മാസത്തേക്കാണ് എങ്കിലും അവർക്കത് ഭയങ്കര സന്തോഷത്തിൽ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ വന്നതാണ്. അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായതാണ്. ഇപ്പം വീട്ടിന് മുന്നിൽ വണ്ടി എത്തും. പക്ഷേ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് ചളിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറക്കാൻ പറ്റിയില്ല. ഏട്ടൻ്റെ വണ്ടിയിലായിട്ട് സാധനങ്ങളൊക്കെ വന്നിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ കാറിലേക്ക് കയറ്റുവാണ്. ബാക്കി എല്ലാവരും നടന്ന് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അവർ തിരിച്ചെത്താനായിട്ടുണ്ട്. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തിരിച്ചിങ്ങോട്ട് എത്താനായി. ഈ വീഡിയോ ഇപ്പോഴെങ്കിലും ഇടണം എന്ന് തോന്നി. കാരണം അവർ പോകുന്നത് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പ്രത്യേകിച്ച് അമ്മമ്മ അടുത്ത 1 മാസം കഴിഞ്ഞാൽ അമ്മമ്മയും അങ്ങോട്ട് പോകുന്നുണ്ട്. 1 മാസത്തേക്ക് അമ്മമ്മയും പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അമ്മമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു, മക്കളുടെ അടുത്തില്ലല്ലോ എന്നൊക്കെയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ കാറിലൊക്കെ എല്ലാവരും കയറിയിരിക്കുകയാണ്. അപ്പം മോളെ വണ്ടിയിൽ നമ്മൾ 2 വീലറിൽ പോകാമെന്ന് കരുതി. മോളെ പക്ഷേ കാറിൽ കയറ്റി വിട്ടു. വെയിലുണ്ടായിരുന്നു, ഉച്ച സമയമായിരുന്നു. അപ്പം നമ്മളങ്ങനെ വണ്ടിയിൽ കയറി. ബാക്കി എല്ലാവരും കാറിലുണ്ട്. ഞാനും ഏട്ടനും കൂടെ ബൈക്കിൽ പോവാണ്. മോക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ കാറിൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പിന്നെ ആ ഒരു ത്രില്ലിൽ അവളോടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മട്ടന്നൂർ കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ എയർപോർട്ടിലെത്തും. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന എല്ലാ പരിപാടികൾക്കും കാര്യങ്ങൾക്കും എല്ലാവരും ഒരുമിച്ചുണ്ടാവും. എന്ത് പരിപാടിക്കായാലും ഇപ്പം ചെറിയെന്നല്ല, ഇപ്പം വലിയ ആൾക്കാരായാലും പിറന്നാളായാലും വലിയ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഒരുപാട് ആൾക്കാർ തന്നെ ഒരുപാടുണ്ട്. കാരണം അമ്മമ്മക്ക് ടോട്ടൽ 6 മക്കളാണ്. അപ്പോൾ അത് പറഞ്ഞ എല്ലാവരും മക്കളും അങ്ങനെ എല്ലാ പരിപാടികൾക്കും നമ്മളെപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പരിപാടികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്, എപ്പോഴും ബിസി ആയിരിക്കും. ഇപ്പം നിലവിൽ ഈ പറയുന്ന പോലെ ഇത് കഴിഞ്ഞിട്ട് ഇത്രയും വീഡിയോ ഇടാൻ ലേറ്റ് ആയതിൻ്റെ കാരണം പോലും അത് തന്നെയാണ്. കാരണം എല്ലാവരും കൂടെ അതിന് ശേഷം നമ്മൾ ഒരു ട്രിപ്പ് പോയി, അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിലെത്തിയപ്പം നമ്മൾ അവിടുന്ന് 2 വഴിക്ക് മാറി. കാരണം 2 വീലർ താഴെ വെച്ചാൽ മതി. പക്ഷേ ലഗേജും കാര്യങ്ങളുണ്ട്, വണ്ടി മുകളിൽ കൊണ്ടുപോകണം കാറ്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് എത്തും. നമ്മൾ വണ്ടി അവിടെ താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണ്. എസ്കലേറ്റർ ഉണ്ട്. അപ്പം ഏട്ടൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ നീങ്ങുമ്പോൾ എനിക്ക് പേടിയാണ് അത് കയറാൻ വേണ്ടിയിട്ട്. ഏട്ടനെ ഓടി ചാടി അങ്ങ് കയറിപ്പോയി. ഞാൻ പിന്നെ മെല്ലെ അങ്ങോട്ട് കയറി. അപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ വന്നു, ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചു. പിള്ളേർ രണ്ടാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇപ്പം തന്നെ ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. മോക്കാണെങ്കിൽ ഏട്ടന്മാരെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം വീഡിയോ കോൾ ചെയ്യുമ്പോഴായാലും അടുത്ത് കാണുമ്പോഴായാലും അവരെ കണ്ടാൽ പിന്നെ ഒന്നും വേണ്ട. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി, ലഗേജും കാര്യങ്ങളൊക്കെ തൂക്കങ്ങളും കാര്യമെല്ലാം നോക്കി. അമ്മായി മുന്നേ പോയിട്ടുണ്ട്. അപ്പം മക്കളെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പം രണ്ടും നല്ല പൊട്ടിത്തെറിഞ്ഞ പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പേടി ഉണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് എന്തെങ്കിലും അമ്മായിക്കൊരു ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ചെറിയ ടെൻഷനാണ്. പിന്നെയും അമ്മായി പറഞ്ഞാൽ അനുസരിക്കും. അതുകൊണ്ട് പിന്നെ അതായിരുന്നു ഒരു ധൈര്യം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് പോവുകയാണ്, ടാറ്റയും പറഞ്ഞുകൊണ്ട്. 2 മാസം കഴിഞ്ഞിട്ടേ ഇനി കാണുള്ളൂ. അതുവരെ പിള്ളേരെ കളിയും ചിരിയൊക്കെ നമ്മൾ വീഡിയോ കോളിലോട്ടെയും അല്ലെങ്കിൽ മാമനെ അയച്ചു തരുന്ന വീഡിയോസിലോട്ടൊക്കെ കാണണം. അങ്ങനെ അവർക്കൊരു ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് മടങ്ങി.